ഡിവോഴ്സ് അല്ലാത്തത് കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാനും പറ്റാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് നരകിക്കുന്ന സ്ത്രീകളുണ്ട്, കണ്ണീരൊഴുക്കുന്ന സ്ത്രീകളുണ്ട്. നമ്മളൊരു കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നിഗമനത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരിക്കേണ്ടി വരും. മരിച്ചാൽ പോലും നമുക്കുള്ള നീതി കിട്ടില്ല. വിവാഹം കഴിക്കുന്ന സമയത്ത് അത് ഇസ്ലാമിക ആണെങ്കിലും ഏതൊരു മതത്തിൻ്റെ കീഴിലാണെങ്കിലും ആ മത ആചാരപ്രകാരമായിരിക്കും വിവാഹം കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ മാമൂലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും അങ്ങനെ നാട്ടുനടപ്പ് പോലെ തന്നെയായിരിക്കും. സ്ത്രീക്ക് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടായിരിക്കും വിവാഹം കഴിക്കുക. ഒരു സ്ത്രീയെ ഒഴിവാക്കുമ്പോൾ അത് അതിൻ്റെ മാന്യമായിട്ടുള്ള രീതിയിൽ ഒഴിവാക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു തരം അവിടെയല്ല ഇവിടെ ഇല്ലാണ്ട് പിടിച്ചു നിർത്തിയിട്ട് ഒരാൾ തന്നെ ഒരു രണ്ടാളും ഒരു വഴിക്ക് വന്നതാണല്ലോ, മറ്റൊരു വഴിയിലേ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. മാന്യനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെ കുഞ്ഞിന് ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി. ഇയാളെ കുഞ്ഞല്ലേ, എന്തൊക്കെ സ്ത്രീ എത്ര മോശമാണെന്ന് പറഞ്ഞാൽ ഇയാളെ കുഞ്ഞ് തന്നെയാണ്. ആ കുഞ്ഞിന് ജീവിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതല്ലെങ്കിൽ മാസാമാസം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ഈ ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അനുഭവിപ്പിച്ചിട്ടുണ്ട്. ഈ ഭർത്താവ് പറയുന്നതൊന്നും കേൾക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ നടക്കുന്നത് ആളാണ്, സ്വന്തം തീരുമാനങ്ങളാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ. ഹായ് ഗെയ്സ്, ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ഏകദേശം 2 ലക്ഷം ആൾക്കാർ കണ്ടു. അതിൽ കുറച്ച് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഇവരെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം, അതല്ലെങ്കിൽ ഇവർ ഇപ്പം ആരോപണം ഉന്നയിച്ച ഹസ്ബൻഡിൻ്റെ ആൾക്കാർ ആരെങ്കിലും ആയിരിക്കാം, അത് നമുക്കറിയില്ല. അതേപോലെ തന്നെ ഇതേപോലെ ദുരിതം അനുഭവിക്കുന്ന ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ചില ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും കൂടിയുള്ള മറുപടി എനിക്ക് അതിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, ഇവരാരാണെന്ന് വെച്ചാൽ ഇവർ ഒരു ഡോക്ടറാണ്. ഇവരെ വിവാഹം കഴിച്ചിരുന്നതും ഒരു ഡോക്ടറായിരുന്നു. ഇവരെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ഇവരെ ഭർത്താവ് ഇവരെ നിലനിൽക്കെ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇവരെ കുഞ്ഞിനോ ജീവനാംശമോ ജീവിക്കാനുള്ള ഒന്നും നൽകാതെയാണ്, അതായത് സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും നൽകാതെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് ഇവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാനില്ല. അതേപോലെ തന്നെ ഇവരെ മഹല്ല് കമ്മിറ്റിയോ, അതായത് ഭർത്താവിൻ്റെ മഹല്ല് കമ്മിറ്റിയോ ഇവരെ മഹല്ല് കമ്മിറ്റിയോ ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ച ആ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റിയോ ഇവരെ കേൾക്കുകയോ ഇവരോട് സഹകരിക്കുകയോ ചെയ്യുന്നില്ല. ഇവരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഇവരെ കേൾക്കാൻ അവരും തയ്യാറാവുന്നില്ല. ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് ഇവരുടെ പരാതി. ഇപ്പോൾ ഇവരെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിരാഹാരം ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായി, 8-9 ദിവസം പോലെയായി ഈ നിരാഹാരം ഇരിക്കുന്നു. നമ്മൾ വേണ്ടാത്തവരെ നമുക്കെന്തിനാണ്, വേറെ പോയി ജീവിച്ചു കാണിക്കൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതങ്ങനെയല്ല. നമ്മൾ മാനസികമായിട്ട് നമ്മളൊരാളോട് അടുത്ത, കാരണം ഇവർ ഒരുപാട് കാലം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പം ആ ഒരു വിവാഹം കഴിച്ച് ആ ഒരു ജീവിതം ആസ്വദിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ആയിരിക്കാം, പക്ഷെ അത് ഒന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. അതിന് പകരം അത് വീർപ്പിച്ച് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ പോലും അത് ഹൃദയത്തിന് വലിയൊരു വേദനയാണ്. മാത്രവുമല്ല, ഈ വ്യക്തി പോയിട്ടുള്ളത് ഇവരെ ഒഴിവാക്കിയോ അല്ല ഇവർക്ക് ജീവനാംശം കൊടുത്തോ അവർക്ക് ജീവിക്കാനുള്ള മറ്റു സാഹചര്യങ്ങൾ ഒരുക്കിയോ ഒന്നുമല്ല. ഇയാൾ ഈ സ്ത്രീ നിലനിൽക്കെ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതാണ്. അത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. ഈ സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും, കാരണം ഇവരൊരു ഡോക്ടറാണ്. ഇവരുടെ മകൾക്കും നല്ല പോലെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മനസ്സിനേറ്റ മുറിവാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇവർക്ക് എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മൾക്ക് പറയുന്നവർക്ക് പറയാം, നീ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളത്. ഇപ്പം ഇവരുടെ ശരിയായിരിക്കാം ഇവരിപ്പം ചെയ്യുന്നത്. ഇനി രണ്ടാമത് പറയുന്നത്, ഈ സ്ത്രീ ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അനുഭവിപ്പിച്ചിട്ടുണ്ട്. ഈ ഭർത്താവ് പറയുന്നതൊന്നും കേൾക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ നടക്കുന്നത് ആളാണ്, സ്വന്തം തീരുമാനങ്ങളാണ്, അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ഭർത്താവ് ചെയ്തത് തെറ്റല്ലേ? തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഭർത്താവിന് ഇത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു സ്ത്രീ, അനുഭവിപ്പിക്കുന്ന ഒരു സ്ത്രീയെ ഇയാൾക്ക് വേണ്ടാന്ന് വെക്കാമായിരുന്നു. 2 പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യം വന്നാൽ പരസ്പരം പറഞ്ഞ്
തീർക്കുകയോ അതല്ലെങ്കിൽ പറഞ്ഞ് തീരുമാനമെടുത്ത് നിയമപരമായിട്ട് ഡിവോഴ്സ് നേടാമായിരുന്നു. പക്ഷേ ഇയാൾ ചെയ്തത് ഈ സ്ത്രീയെ നിലനിൽക്കെ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. ഇവർക്ക് ജീവനാംശം ഒന്നും നൽകുന്നുമില്ല. അപ്പം നൽകിയിട്ടുമില്ല, ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുമില്ല. കാരണം ഇവരെ കൂടെ ഇറങ്ങി വന്ന അവർ എങ്ങനെയൊക്കെ തന്നെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ കൂടെ ഇറങ്ങി വന്ന ഒരു സ്ത്രീയാണ്. ഈ മനുഷ്യനെ മാത്രം വിശ്വസിച്ച് വന്ന ഒരു സ്ത്രീയാണ്. അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാവും. ഇനി ഈ മനുഷ്യന് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പള്ളി കമ്മിറ്റിയിലേക്ക് മൊയ്ജില്ലു എന്നുള്ള ഒരു പിന്നെ കത്തയക്കാമായിരുന്നു. ഇവർക്ക് കൊടുക്കാൻ ഇവർ കല്യാണ സമയത്ത് ഇവരെന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തീർത്തിട്ട് മൊയ് ചെല്ലാമായിരുന്നു. ഇയാളൊരു ഡോക്ടറല്ലേ, ഇയാളൊരു മാന്യനല്ല. മാന്യനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെ കുഞ്ഞിന് ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി. ഇയാളെ കുഞ്ഞല്ലേ, എന്തൊക്കെ സ്ത്രീ എത്ര മോശമാണെന്ന് പറഞ്ഞാലും ഇയാളെ കുഞ്ഞ് തന്നെയാണ്. ആ കുഞ്ഞിന് ജീവിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതല്ലെങ്കിൽ മാസാമാസം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ഇനി അങ്ങനെയൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെളിവുമായിട്ട് ഇയാൾ വരട്ടെ കേട്ടോ. ഞാൻ ഇവരെ കാര്യം അങ്ങ് വിടട്ടെ. കാരണം ഇവർക്ക് ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാനും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഒഴിവാക്കുമ്പോൾ അത് അതിൻ്റെ മാന്യമായിട്ടുള്ള രീതിയിൽ ഒഴിവാക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു തരം അവിടെയല്ല ഇവിടെ ഇല്ലാണ്ട് പിടിച്ചു നിർത്തിയിട്ട് ഒരാൾ തന്നെ ഒരു രണ്ടാളും ഒരു വഴിക്ക് വന്നതാണല്ലോ, മറ്റൊരു വഴിയിലേ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. മുസ്ലിം എന്നല്ല, മറ്റു മതത്തിലും ഒരുപാട് സ്ത്രീകൾ ഇതേ സമാന അനുഭവം കൊണ്ടിട്ട് നീറി ജീവിക്കുന്നവരുണ്ട്. ഒരു ജോലി പോലും ഇല്ലാതെ തൻ്റെ കുഞ്ഞുങ്ങളെ വളരെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. നിങ്ങൾക്കും എനിക്കൊക്കെ അത് അറിയാവുന്നതാണ്. അപ്പം അത് ഏത് മതത്തിലാണെങ്കിൽ പോലും ഇപ്പം നിയമത്തിൻ്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നിഗമനത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരിക്കേണ്ടി വരും. മരിച്ചാൽ പോലും നമുക്കുള്ള നീതി കിട്ടില്ല. 10ഉം 15ഉം വർഷമായിട്ടും നീതി കിട്ടാത്ത ഒരുപാട് കേസുകൾ ഇപ്പോഴും കോടതിയിൽ കിടക്കുകയാണ്. പിന്നെ ഭർത്താവ് മറ്റൊരു ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാവും. ഭാര്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അയാളെ ഭാര്യ തന്നെ ആയിരിക്കും ഇപ്പോഴും. പക്ഷേ ഭാര്യ എന്ന പേര് മാത്രമേ ഉണ്ടാവും. കുട്ടികൾക്കുള്ള ചെലവിനോ അല്ലെങ്കിൽ ഇവരുടെ കാര്യമോ ഒന്നും നോക്കുന്നുണ്ടാവില്ല. ഇയാൾ സുഖമായിട്ട് മറ്റൊരു ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് മറ്റെവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാവും. ഈ സ്ത്രീ ഇങ്ങനെ ഒന്നുമല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ഡിവോഴ്സ് അല്ലാത്തത് കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാനും പറ്റാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് നരകിക്കുന്ന സ്ത്രീകളുണ്ട്, കണ്ണീരൊഴുക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ കോടതിൻ്റെ വിധി ഇങ്ങനെയൊക്കെ തന്നെയാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് അത് ഇസ്ലാമിക ആണെങ്കിലും ഏതൊരു മതത്തിൻ്റെ കീഴിലാണെങ്കിലും ആ മത ആചാരപ്രകാരമായിരിക്കും വിവാഹം കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ മാമൂലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും അങ്ങനെ നാട്ടുനടപ്പ് പോലെ തന്നെയായിരിക്കും. സ്ത്രീക്ക് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടായിരിക്കും വിവാഹം കഴിക്കുക. ഈ സ്വർണ്ണമൊക്കെ ഈ വീട്ടുകാരും ഭർത്താവും ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ആക്കിയിട്ടുണ്ടാവും. ഒഴിവാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എടുത്ത സ്വർണ്ണം ഉണ്ടാവില്ല, എടുത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല, ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. വരുന്നേരം ഇവരെ കൂടെ ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. പോകുന്നേരം ഇവർക്കൊരു കുട്ടീനെ കൊടുത്തിട്ടുണ്ടോ, ഒന്നോ രണ്ടോ അല്ല ചിലപ്പം അതിലധികമോ കുട്ടികളെ കൊടുത്തിട്ടുണ്ടാവും എന്നല്ലാതെ പ്രാരാബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നല്ലാതെ ഇവർക്ക് കൊടുക്കാനുള്ളതോ ഇനി ജീവിക്കാനുള്ളതോ ഒന്നും കൊടുക്കില്ല. അങ്ങ് ഒഴിവാക്കുക, കലാഷ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അത് വെച്ചിട്ട് കോടതിയുമില്ല, മഹല്ലുമില്ല, വേറൊരു രീതിയും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്നും സമൂഹത്തിലുണ്ട്. പിന്നെ ആണുങ്ങൾക്ക് 4 വരെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഭാര്യയുടെ സമ്മതം വേണം. മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന നേരം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണം. അപ്പം മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ ഞാനിപ്പോൾ ആളല്ല. കാരണം എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് ചോദിക്കല്ലോ. മതത്തെക്കുറിച്ച് പറയാൻ യോഗ്യതയുള്ള ആൾക്കാർ പറയട്ടെ. ഒരു സ്ത്രീയെ ഒഴിവാക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞത്, എൻ്റെ അറിവിലുള്ളത്, ഒരു സ്ത്രീയെ ഒഴിവാക്കുന്ന സമയത്ത് അവർക്ക് ജീവനാംശവും പിന്നെ ഇസ്ലാം നിയമത്തിൻ്റെതാട്ട പറയുന്നത്. അവർക്ക് മഹർ കൊടുക്കാനുണ്ടെങ്കിൽ മഹർ, പിന്നെ ഇദ്ദൻ്റെ
പണം, ജീവനാംശം ഒക്കെ കൊടുത്തിട്ട് ഇനി ഇവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ഭാര്യയുടെ സ്വത്ത് ഭർത്താവിന് അവകാശപ്പെട്ടതല്ല എന്നാണല്ലോ. അപ്പോൾ ഇവരൊരുമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഭർത്താവ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ കൊടുക്കേണ്ടത് നിർബന്ധമുള്ളതാണ്. അതൊരു വലിയൊരു കടമായിട്ട് മാറുന്നത് തന്നെയാണ്. അപ്പം ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഒഴിവാക്കുക. പിന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യത്തെ ഭാര്യൻ്റെ സമ്മതം വേണം എന്നുള്ളതുണ്ട്. അപ്പം ഇതൊന്നും ചെയ്യാതെ ഇസ്ലാമിനെ അങ്ങനെ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതിന് ന്യായീകരണങ്ങൾ എന്ന് മാത്രമേ അതിനൊക്കെ പറയാനുള്ളൂ. ഇനി ഭാര്യ നിലനിൽക്കെ തന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് ഭാര്യമാരെയും ഒരേപോലെ നോക്കണം എന്നുള്ളതും ഭാര്യനെയും കുട്ടികളെയും സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ മനഃപൂർവ്വം ആരും മറക്കേണ്ട കാര്യമൊന്നുമില്ല.